സംസ്ഥാനത്ത് പനി പടരുന്നതിനിടെ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം ഉയരും എന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ഗുരുതര രോഗമുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മലബാർ മേഖലയിൽ മഞ്ഞപ്പിത്ത വ്യാപനവും രൂക്ഷമാണ്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, പ്രതിദിന പനിബാധിതരുടെ എണ്ണം 11,000-ന് മുകളിൽ നിൽക്കുന്ന സാഹചര്യം, വിവിധ തരത്തിലുള്ള പനികൾ പടരുന്ന സാഹചര്യം. ഈ ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് പുതുതായി എന്തെങ്കിലും വിവരങ്ങൾ പൊതുജനങ്ങൾക്കായി നൽകുന്നുണ്ടോ ഷഫീദ്? റിജിത്ത്, വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ വേണമെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. സംസ്ഥാനത്ത് പകർച്ചപ്പനി പിടിമുറുക്കിയതോടെ ഇന്നലെ മാത്രം ഏതാണ്ട് 11,050 പേരാണ് ചികിത്സ തേടിയത്. ഇതിൽ 159 പേർക്ക് ഡെങ്കിയും 8 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിരുന്നു. 42 H1N1 കേസുകളും 32 പേർക്ക് മഞ്ഞപ്പിത്തവും റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരത്ത് H1N1, എറണാകുളത്ത് ഡെങ്കിയും മലപ്പുറത്ത് പകർച്ചപ്പനിയും വ്യാപകമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. ഇന്നലെ മാത്രം 1,749-ലധികം ആളുകളാണ് മലപ്പുറത്ത് ചികിത്സ തേടിയത്. കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിൽ 1000-ന് മുകളിലാണ് രോഗികൾ. മാത്രവുമല്ല, 5 ദിവസത്തിന് ശേഷമായിരുന്നു സംസ്ഥാനത്തെ പനിബാധിതരുടെ എണ്ണം ഇന്നലെ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടത്. അത് വലിയ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയായിരുന്നു ആ നീക്കം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും വ്യാപകമായി ഈ പനി പകരും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. 3 ദിവസത്തിൽ കൂടുതൽ പനിയുണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സ തേടണമെന്നും പനിയോടുകൂടി ശ്വാസതടസ്സം, അമിതമായ നെഞ്ചിടിപ്പ്, നെഞ്ചുവേദന, ബോധക്ഷയം ഇതടക്കമുള്ള സൂചനകൾ കണ്ടാൽ എത്രയും വേഗം ഡോക്ടറുടെ നേരിട്ടുള്ള ചികിത്സ ഉറപ്പാക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ അതാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ നൽകുന്നത്. റജിത്ത്, ശരി. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.